ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ 14-ാം ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് വരാം. അതിനു മുമ്പ് സാധാരണഗതിയിൽ ഈ ഒരു ക്യാപ്ഷൻ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് പേരുടെ മനസ്സിലുള്ള ഒരു ചോദ്യമാണ്, ഇപ്പം എന്താ അവസ്ഥ, കളക്ഷൻ വല്ലതൊക്കെ ഉണ്ടോ എന്നൊരു ചോദ്യം. പക്ഷേ ഒരു കാര്യം പറയാം, കളക്ഷൻ നല്ല ലെവലിൽ തന്നെ വരുന്നുണ്ട് എന്നുള്ളത്. പലരും ഇതിനെ നെഗറ്റീവ് അടിക്കാൻ നിൽക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നു, മികച്ച രീതിയിൽ തന്നെയാണ് ഈ സിനിമയുടെ 14-ാം ദിവസത്തെ കളക്ഷൻ. എല്ലാ സിനിമകളും 100 കോടി എത്തണം എന്നുള്ള ഒരു വാശി നമുക്ക് പറയാൻ കഴിയില്ല. അത് പല സിനിമകളുടെയും ഗതി വ്യത്യാസമായിരിക്കും. പക്ഷേ ഒരു കാര്യം നമുക്ക് എടുത്ത് പറയാൻ കഴിയുന്ന കാര്യം വേറെ ഒന്നുമല്ല, ഈ ഒരു സിനിമ ഇതിനോടകം തന്നെ 70 കോടി ക്ലബിലേക്ക് കയറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. വരുന്ന ദിവസങ്ങളിലും മികച്ച രീതിയിൽ തന്നെ സിനിമ മുന്നോട്ട് പോകും എന്നുള്ളത്. 13 ദിവസം കൊണ്ട് സിനിമ 70 കോടി എന്ന് പറയുന്നത് മോശമല്ല, അതിഗംഭീരം എന്നുള്ള ഒരു കളക്ഷൻ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ കളക്ഷനിലേക്ക് വരുമ്പോൾ 767 ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ 43,000-ഓളം ആളുകൾ കണ്ടു. ഇന്ന് 22% ഒക്യുപ്പൻസിയിൽ ഇന്നും ഒരു ഹൗസ്ഫുൾ ഷോസും ഓൾമോസ്റ്റ് 15 ഷോസാണ് ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ എന്നുള്ള ലെവലിൽ ട്രാക്കേഴ്സ് പറയുന്നത്. ഇന്നലത്തേക്കാളും നേരിയൊരു ഇടിവ് ഇന്ന് കാണുന്നുണ്ട്. ഇന്ന് ഇതുവരെ ലഭ്യമായിരിക്കുന്നത് 69 ലക്ഷം രൂപയോളം ആണ് എന്നുള്ളത്. അതായത് ഇന്നും സിനിമയ്ക്ക് 90 ലക്ഷം 1 കോടി രൂപ കളക്ഷൻ വരുന്നു എന്നുള്ളതാണ്. ഈ 14-ാം ദിവസം അടുപ്പിച്ച് 3-4 സിനിമകൾ വമ്പൻ ഹിറ്റ് അടിച്ച് നിൽക്കുമ്പോൾ ഒരു സിനിമയ്ക്ക് കളക്ഷൻ എത്ര വരുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, അത് 1 കോടിക്ക് അടുത്തുള്ള എമൗണ്ട് ആണ് എന്നുള്ളത് ഓർത്തുള്ള. കേരളത്തിൽ നിന്ന് മാത്രമായി 30 കോടിക്ക് മുകളിൽ കയറി, 35 കോടിക്ക് അടുത്താണ് സിനിമ എത്തി നിൽക്കുന്നത്. വേൾഡ് വൈഡായിട്ട് 70 കോടിക്ക് കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഒരു കാര്യം ചോദിക്കുന്നു, 80 കോടിയിലേക്ക് എത്തുമോ എന്നുള്ളത്. വരുന്ന ദിവസങ്ങളിലെ സിനിമകളുടെ റിലീസ് തന്നെയാണ് ഇതിനെ ബാധിക്കാൻ അല്ലെങ്കിൽ ഇതിനെ ഉറപ്പിക്കുന്ന കാര്യം എന്ന് പറയാം. മെയ് 1 വരാൻ പോകുന്ന ഏറ്റവും കടുത്ത മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, മലയാളീസ് ഫ്രം ഇന്ത്യ എന്നുള്ളതാണ്. ഇതേ ടീമിൻ്റെ തന്നെ, അതായത് നിവിനും അതേപോലെ നമുക്ക് ധ്യാനിൻ്റെയും സിനിമ ആണ് എന്നുള്ളത് തന്നെയാണ്. അവിടെ തന്നെയാണ് നമുക്ക് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ ഒരു കാര്യം നമുക്ക് പറയാം, നമ്മളുടെ സൂപ്പർ ശരണ്യ, അതായത് ഈ വർഷം അഭിനയിച്ചിരിക്കുന്ന എല്ലാ സിനിമകളും അതിഗംഭീര ഹിറ്റാണ്. എബ്രഹാം ഓസ്ലർ എടുത്തു കഴിഞ്ഞാലും ഇതിനു മുമ്പ് നേരെ എന്ന സിനിമ എടുത്തു കഴിഞ്ഞാലും ശരിക്കും പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഇതിലെ നായകന്മാരെ പോലും ഞെട്ടിച്ച വിജയമുണ്ടാക്കിയ വ്യക്തിയാണ് നമ്മളുടെ സൂപ്പർ ശരണ്യ. അതുകൊണ്ട് സൂപ്പർ ശരണ്യ സൂപ്പറായി തന്നെ ഈ സിനിമയിൽ അഴിഞ്ഞാടും, അതും ഒരു വിജയമായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ മലയാളത്തിൻ്റെ ഭാഗ്യ നായിക എന്നുള്ള അല്ലെങ്കിൽ ഗംഭീര വിജയം നേടുന്ന നായിക എന്ന പേരിലേക്ക് വരും. 3-ാമത്തെ ഈ ഒരു സിനിമ കൂടെ ഹിറ്റ് അടിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം ഗ്രേറ്റ് മീഡിയാസ്.